ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നായിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെ എന്നതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ CUET എക്സാം ത്രൂ ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എല്ലാ അഡ്മിഷൻ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ CUET എക്സാം എഴുതണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും CUET വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. CUET.NTA.NIC.in എന്നാണ് വെബ്സൈറ്റ് വരുന്നത്. നമുക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം ഒരു സിംഗിൾ യൂണിവേഴ്സിറ്റി അല്ല, അതിന് തൊട്ടടുത്ത് അതിന് അണ്ടറിലായിട്ട് ഒരുപാട് കോളേജസ് വരുന്നുണ്ട്. അവിടേക്കാണ് നമുക്ക് UG പ്രോഗ്രാംസ് വരുന്നത്. അപ്പം അവിടേക്ക് നമുക്ക് UG പ്രോഗ്രാംസിന് നമുക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റീൻ്റെ ഒഫീഷ്യൽ കോമൺ സീറ്റ് അലൊക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ CSAS UG എന്ന് പറയുന്ന ആ ഒരു സീറ്റ് അലൊക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു അലൊക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ www.admission.uod.ac.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി ഇതിന് പുറമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 10% നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ നമുക്ക് 10% സൂപ്പർ ന്യൂമററി സീറ്റ്സ് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഫോറിൻ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫോറിൻ നാഷണൽസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, FSR.du.ac.in എന്ന വെബ്സൈറ്റിൽ നമ്മളുടെ രജിസ്ട്രേഷൻ അവിടെയും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ CUET എഴുതണമെന്നില്ല, ഫോറിൻ നാഷണൽസ് ആണെങ്കിൽ നിങ്ങൾ CUET എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഫോറിൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഫോറിൻ നാഷണൽസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു FSR.du.ac.in എന്ന വെബ്സൈറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിന് പുറമെയായിട്ട് നമ്മൾ CUETയിൽ തീർച്ചയായിട്ടും ഏത് സൂപ്പർ ന്യൂമററി ആണെങ്കിലും നമ്മൾ CUETയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ +2 പാസ്സാവണം. അതാണ് മെയിൻ ആയിട്ടുള്ള എലിജിബിലിറ്റി. UGയിലേക്കുള്ള മെയിൻ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 പാസ്സാവണം, അല്ലെങ്കിൽ 10+2 എന്നിങ്ങനെയുള്ള സ്ട്രീമിലൂടെ നമ്മൾ എന്താണ് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്ട്രീം നമ്മൾ പാസ്സായിരിക്കണം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ CUET UG ത്രൂ ആണ് എല്ലാ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നത്. അതിന് പുറമെയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള +2 വിഷയം നമുക്ക് അവിടെ UG പ്രോഗ്രാമായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ബയോകെമിസ്ട്രി, നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബയോകെമിസ്ട്രി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും ബയോളജി ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ബയോളജി അവിടെ സെലക്ട് ചെയ്യണം. ആ ബയോളജി സെലക്ട് ചെയ്തിട്ട് നമ്മൾ CUET രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എക്സാം എഴുതണം. അപ്പം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബയോകെമിസ്ട്രി നമുക്ക് എന്ത് ചെയ്യാം, BSc ബയോകെമിസ്ട്രി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് കോഴ്സുകൾ വരുന്നത് നോക്കാം. നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാ കോഴ്സുകളും നമ്മൾ പറയുന്നില്ല, ഡിഫറൻ്റ് ആയുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യാത്ത കുറച്ച് കോഴ്സുകൾ നമുക്ക് നോക്കാം. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ BBA FIA എന്ന് പറയുന്ന കോഴ്സ് അവിടെ വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ FIA എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട്. BBA FIA എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഇനി ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ BBE എന്ന് പറയുന്ന ഹോണേഴ്സ് ഡിഗ്രി, BA ഹോണേഴ്സ് ഡിഗ്രി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ BMS അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് വരുന്നുണ്ട്. ഇനി നമ്മൾ BSc കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ BSc കാറ്റഗറിയിൽ വരുന്നത് BSc ഹോം സയൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ BSc ലൈഫ് സയൻസ് വരുന്നുണ്ട്, BSc മാത്തമാറ്റിക്കൽ സയൻസ് ഉണ്ട്, BSc ഫിസിക്കൽ സയൻസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്, BSc PEHES എന്ന് പറയുന്ന ഈ ഒരു കോഴ്സുകളെല്ലാം BSc കോഴ്സുകൾ വരുന്നുണ്ട്. ഇനി BA കോഴ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ BA കോഴ്സിൽ വരുന്നത് ഹിന്ദി, പത്രകാരിത, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, അപ്ലൈഡ് സൈക്കോളജി ഇങ്ങനെയുള്ള കോഴ്സുകളാണ് വരുന്നത്. ഇനി നമ്മൾ BScയിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള കോഴ്സുകൾ വേറെയും വരുന്നുണ്ട്. ജനറൽ അല്ലെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുന്നു. പോളിമർ സയൻസ് വരുന്നുണ്ട്, BSc ഹോണേഴ്സ് പോളിമർ സയൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ BSc ഹോണേഴ്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നുണ്ട്, ഹോം സയൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആന്ത്രപ്പോളജി, BSc ആന്ത്രപ്പോളജി ഹോണേഴ്സ് ഡിഗ്രിയും വരുന്നുണ്ട്. ഇനി ഇതിന് പുറമായിട്ട് നമ്മൾ 10% സൂപ്പർ ന്യൂമററി പറഞ്ഞു. അതിന് പുറമേ ആയിട്ട് തന്നെ നമുക്ക് കോമൺ റിസർവേഷൻസും ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ OBC NCL നോൺ ക്രീമി ലെയർ, OBC അതർ ബാക്ക്വേർഡ് കാസ്റ്റിന് വരുന്നുണ്ട്, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷന് വരുന്നുണ്ട്, അതേപോലെ തന്നെ SC ST ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബിനും അവിടെ ജനറലായിട്ട് നമ്മൾ ഇന്ത്യൻ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ ന്യൂമററി കോട്ട ഫോറിൻ നാഷണൽസ് മാത്രമല്ല, അതിന് പുറമായിട്ട് സൂപ്പർ ന്യൂമററി കോട്ട വേറെയുമുണ്ട്. ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഫൻസ് കോട്ടയുണ്ട്, സിംഗിൾ ഗേൾ ചൈൽഡ് കോട്ടയുണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ECA അല്ലെങ്കിൽ
സ്പോർട്സ് കോട്ടയുണ്ട്. അവിടെ ഈ ഇത്രയും കോട്ടകളാണ് അവിടെ സൂപ്പർ ന്യൂമററി കോട്ടകളായിട്ടുള്ളത്. അതിന് പുറമെയായിട്ട് നമ്മൾ ജനറലി കൊടുക്കുന്ന കോട്ടകളെല്ലാം നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിവേഴ്സിറ്റി അല്ല, ഒരുപാട് കോളേജുകൾ ചേർന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ കോളേജുകളിലേക്കായിരിക്കും നമ്മൾ യു ജി പ്രവേശനം നമ്മൾ നേടിയിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കരിയർ റിലേറ്റഡ് ഡൗട്ട്സുമായിട്ട് വീണ്ടും കാണാം. ഇന്ത്യയിലുള്ള IIT, NIT, എയിംസ്, ജിപ്മർ ഇങ്ങനെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണമെന്നാണോ നിങ്ങളുടെ മക്കളുടെ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ എക്സാനുമായി നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. 6 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനായിരിക്കും നമ്മളുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ടാവുക. അതുകൂടാതെ തന്നെ നമുക്ക് +1 സ്റ്റുഡൻസിനായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള JEE പ്രോഗ്രാമും നമുക്ക് നടത്തുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യും.